നമസ്കാരം, നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഭവന നിർമ്മാണത്തിന് മുൻഗണന നൽകി കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്തിലെ തകർന്ന റോഡുകളുടെ നവീകരണത്തിനും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് ടി.കെ. ഇസഹാക്കാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ലൈഫ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വാർഷിക ബജറ്റാണ് കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് ടി.കെ. ഇസഹാക്ക് അവതരിപ്പിച്ചത്. 13 കോടി രൂപയാണ് ഭവന നിർമ്മാണത്തിനായി മാറ്റിവെച്ചിട്ടുള്ളത്. സേവന മേഖലയിൽ ആരോഗ്യ സംരക്ഷണത്തിന് 70 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. പൊതു കുടിവെള്ള വിതരണത്തിനായി 10 ലക്ഷം രൂപയും ശുചിത്വ മാലിന്യ സംസ്കരണം എന്നിവയ്ക്കായി 63 ലക്ഷം രൂപയും വകയിരുത്തി. വൃദ്ധക്ഷേമം, അഗതി ക്ഷേമ പരിപാടികൾക്കായി 10 ലക്ഷം രൂപ വകയിരുത്തി. സേവന മേഖലയിൽ ആരോഗ്യ സംരക്ഷണത്തിന് 70 ലക്ഷം രൂപ വകയിരുത്തുന്നു. പൊതു കുടിവെള്ള വിതരണത്തിനായി 10 ലക്ഷം രൂപയും പൊതു ശുചിത്വം, മാലിന്യ സംസ്കരണം എന്നിവയ്ക്കായി 63 ലക്ഷം രൂപയും വകയിരുത്തുന്നു. വൃദ്ധക്ഷേമം, അഗതി ക്ഷേമ പരിപാടികൾക്കായി 10 ലക്ഷം രൂപ വകയിരുത്തുന്നു. ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്കായി 35 ലക്ഷം രൂപയും പട്ടികജാതി ക്ഷേമത്തിനായി 90 ലക്ഷം രൂപയും അംഗൻവാടി പോഷകാഹാരത്തിനായി 32 ലക്ഷം രൂപയും അംഗൻവാടി പാശ്ചാത്തല സൗകര്യത്തിനും മറ്റു അനുബന്ധ സൗകര്യങ്ങൾക്കുമായി 10 ലക്ഷം രൂപയും വകയിരുത്തുന്നു. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കായി 35 ലക്ഷം രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. കാർഷിക മേഖലയിൽ നെൽകൃഷിക്കായി 32 ലക്ഷം രൂപയും പച്ചക്കറി കൃഷിക്കും മറ്റു കാർഷിക വിളകൾക്കുമായി 29 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. മൃഗസംരക്ഷണത്തിനായി 21 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. പശ്ചാത്തല മേഖലയിൽ റോഡുകളുടെ നിർമ്മാണത്തിനും ഗതാഗതയോഗ്യമല്ലാതെ തകർന്നു കിടക്കുന്ന പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളുടെ റീടാറിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾക്കുമായി 2 കോടി 50 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിയിൽ വിവിധ പദ്ധതികൾക്കായി 3 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ആകെ 40 കോടി 15,21,813 രൂപ വരവ് പ്രതീക്ഷിക്കുന്നു. റവന്യൂ ചെലവ് ഇനത്തിൽ 37 കോടി 22 ലക്ഷം രൂപയും പദ്ധതിയേതര ആകെ മൂലധന ചെലവുകൾ 1 കോടി 17 ലക്ഷം രൂപ ഉൾപ്പെടെ ബാക്കി 1 കോടി 76,21,813 രൂപ മിച്ചം വരുന്ന ബജറ്റ് അവതരിപ്പിക്കട്ടെ. ജനകീയാസൂത്രണ പദ്ധതി വീതമായി കേരള സർക്കാർ ബജറ്റ് പ്രകാരം വികസന ഫണ്ട് ഇനത്തിൽ ജനറൽ വിഭാഗം 2 കോടി 7,14,000 രൂപയും പ്രത്യേക ഘടക പദ്ധതി 95,90,000 രൂപ, മെയിന്റനൻസ് ഗ്രാന്റ് നോൺ റോഡ് ഇനത്തിൽ 57,76,000 രൂപയും 40 കോടി 15,21,813 രൂപ വരവും 32 കോടി 22 ലക്ഷം രൂപ ചിലവും 1 കോടി 76,21,813 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി അധ്യക്ഷയായിരുന്നു. മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഇവിടെ ലഹരി മാഫിയ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബ പഞ്ചായത്തിൽ 80% പടർന്നെത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ ഒരു ജാഗ്രതാ സമിതി നമ്മുടെ വാർഡ് തലത്തിൽ നമ്മൾക്ക് ചെയ്യേണ്ടതുണ്ട്. അത് ഈ ബഡ്ജറ്റിൽ കണ്ടിട്ട് അത് കേരളമായതുകൊണ്ട് ബഡ്ജറ്റിൽ അത് ഉൾപ്പെടുത്തണമെന്ന് ആദ്യമായി അഭ്യർത്ഥിക്കാം. ഇത് വലിയൊരു യുവക്കായിട്ട് മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ ഈ പ്രാവശ്യം വിളവെടുപ്പ് നെല്ല് കയറ്റുമതിയിലൊക്കെ കുറവുണ്ട് എന്നൊക്കെയാണ് കേൾക്കാൻ കഴിഞ്ഞത്. കൃഷിക്കാരൊക്കെ ഒഴിഞ്ഞു പോകുന്നൊരവസ്ഥയൊക്കെ ഉണ്ട്. അതിന് മാറ്റം വരുത്താൻ വേണ്ടി അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി ഊർജിതമായി അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കണം. അതുപോലെ സോളാർ വേണ്ടി ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിലെ പള്ളിവേട്ട ഭക്തിസാന്ദ്രമായി. ഗജവീരന്മാരുടെയും കൃഷ്ണനാട്ട വേഷങ്ങളുടെയും താളമേളങ്ങളുടെയും അകമ്പടിയിൽ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്ര മതിൽക്കകം വിട്ട് പുറത്തേക്കിറങ്ങി. പള്ളിവേട്ട് ദിനമായ ചൊവ്വാഴ്ച സന്ധ്യാദീപാരാധനയ്ക്ക് ശേഷമായിരുന്നു എഴുന്നള്ളത്ത്. ക്ഷേത്ര നടവഴികളിൽ നിറപറ വെച്ച ഭക്തർ എതിരേറ്റു. ശ്രീലകത്തിന് പുറത്ത് കൊടിമരച്ചുവട്ടിൽ ദീപാരാധന നടത്തിയ ശേഷം സ്വർണ്ണപ്പഴുക്ക മണ്ഡപത്തിൽ നിന്ന് ഭഗവാന്റെ തിടമ്പ് ശാന്തിയേറ്റ് കീഴ്ശാന്തി മുളമംഗലം ഹരി പുറത്തേക്ക് എഴുന്നള്ളിച്ചു. ഗോപുര കവാടത്തിനു പുറത്ത് കൊമ്പൻ ദാമോദരദാസ് സ്വർണ്ണക്കോലമേറ്റി. പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേളവും അരങ്ങേറി. ക്ഷേത്രക്കുളം വലം വെച്ച് എഴുന്നള്ളിപ്പ് അവസാനിച്ച ശേഷം രാത്രി 9ഓടെ ക്ഷേത്രത്തിനകത്ത് പള്ളിവേട്ട പ്രദക്ഷിണമായി. പിടിയാന ദേവിയുടെ പുറത്തിരുന്ന് ഗുരുവായൂരപ്പൻ പള്ളിവേട്ടയുടെ 9 പ്രദക്ഷിണം പൂർത്തിയാക്കി. പള്ളിവേട്ടയുടെ ക്ഷീണം കാരണം ഗുരുവായൂരപ്പൻ ശ്രീലകത്തിനു പുറത്ത് വെള്ളിക്കട്ടിലായിരുന്നു പള്ളിയുറങ്ങിയത്. ആറാട്ടുദിനമായ ബുധനാഴ്ച രാവിലെ പശുക്കുട്ടിയുടെ കരച്ചിൽ കേട്ട് ഭഗവാൻ ഉണർന്നു.
ഭക്തർക്ക് രാവിലെ 8-ന് ശേഷമാണ് ദർശനമുണ്ടായത്. ബുധനാഴ്ച സന്ധ്യയ്ക്ക് ആറാട്ടിന്റെ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് പഞ്ചവാദ്യം അകമ്പടിയാകും. യാത്രാബലിക്ക് ശേഷം ആറാട്ട് മുങ്ങിയെത്തുന്ന ഗുരുവായൂരപ്പനെ ക്ഷേത്രത്തിലേക്ക് ആനയിക്കും. തുടർന്ന് ആറാട്ടിന്റെ 11 പ്രദക്ഷിണമാണ്. അർദ്ധരാത്രിയോടെ ഉത്സവം കൊടിയിറങ്ങും. ഉത്സവാഘോഷ വരവിനിടയിൽ എയർഗണ്ണുമായി അഭ്യാസ പ്രകടനം നടത്തിയ യുവാവിനെ പോലീസ് കൈയോടെ പിടികൂടി. പാലക്കാട് തൃത്താല വേങ്ങശ്ശേരി പൂരത്തിനിടെയാണ് സംഭവം. തോക്ക് കസ്റ്റഡിയിലെടുത്ത് തൃത്താല പോലീസ് ഒതളൂർ സ്വദേശി ദിൽജിത്തിനെ കേസെടുത്ത് വിട്ടയച്ചു. വേങ്ങശ്ശേരി ഉത്സവാഘോഷ കമ്മിറ്റിയിൽപ്പെട്ട ദിൽജിത്താണ് എയർഗണ്ണുമായി വരവിനൊപ്പം എത്തിയത്. തൃത്താല കോക്കാട് സെന്ററിൽ വെച്ചാണ് യുവാവിന്റെ കയ്യിലുള്ള തോക്ക് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് എയർഗൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഉത്സവ പരിപാടികൾക്കിടയിൽ എയർഗൺ പ്രദർശിപ്പിച്ചതിനും എയർഗൺ അശ്രദ്ധമായി കൈകാര്യം ചെയ്തതിനുമാണ് കേസെടുത്തിരിക്കുന്നത്. എയർഗൺ പൊട്ടിയിരുന്നെങ്കിൽ പൊതുജനങ്ങളുടെ ജീവന് അപായം സംഭവിക്കുമായിരുന്നെന്നും എഫ്ഐആറിൽ പറയുന്നു. പെരുമ്പിലാവിൽ നിന്നാണ് യുവാവ് എയർഗൺ വാടകയ്ക്ക് എടുത്തതെന്നാണ് പോലീസ് കണ്ടെത്തിയത്. വരവൂർ പഞ്ചായത്തിലെ തളി നടുവട്ടത്ത് പ്രവർത്തിക്കുന്ന അറവു മാലിന്യ പ്ലാന്റിനെതിരെയുള്ള സമരം ശക്തമാക്കാൻ ആക്ഷൻ കൗൺസിൽ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി വ്യാഴാഴ്ച വൈകിട്ട് 3 മണിക്ക് വിശദീകരണ പൊതുയോഗം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പഞ്ചായത്തിലെ 12 വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശത്താണ് അർബൻ വിങ്സ് ചിക്കൻ റെന്റിംഗ് പ്ലാൻ എന്ന പേരിൽ മാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ജനവാസ കേന്ദ്രത്തിന് സമീപം പ്രവർത്തിക്കുന്ന പ്ലാന്റിന് മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് പഞ്ചായത്ത് ഭരണസമിതി പ്രവർത്തന ലൈസൻസ് അനുവദിച്ചിട്ടുള്ളത്. അതിനുശേഷം സെക്രട്ടറിയുടെ മേൽ പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഭരണസമിതി പ്ലാന്റിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകി അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ ആരോപിച്ചു. രാഷ്ട്രീയ പ്രേരിതമായാണ് ആക്ഷൻ കൌൺസിൽ പ്രവർത്തിക്കുന്നതെന്നുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെയും CPIM നേതാക്കളുടെയും ആരോപണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. രാഷ്ട്രീയം മറന്ന് ഒറ്റക്കെട്ടായി നിന്നാണ് ആക്ഷൻ കൌൺസിൽ പ്രവർത്തിക്കുന്നത്. CPM പ്രവർത്തകരും ആക്ഷൻ കൌൺസിലിനോടൊപ്പമുണ്ട്. 3000 പേർ ഒപ്പിട്ട പരാതികളും നിവേദനങ്ങളും പഞ്ചായത്തിലും ജില്ലാ കളക്ടർക്കും വിവിധ വകുപ്പുകൾക്കും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്കും നൽകിയിട്ടുണ്ട്. പ്ലാന്റിനെതിരെ 2 വർഷം മുമ്പ് ആരംഭിച്ച സമരവും കോടതി വഴിയുള്ള നിയമ പോരാട്ടങ്ങളും തുടരുകയാണ്. പ്ലാന്റിലെ മാലിന്യങ്ങൾ ഉരുക്കുവാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ വായുവും ജലവും മലിനപ്പെടുത്തുമെന്നും അതിജീവനത്തിനായുള്ള പോരാട്ടം തുടരുമെന്നും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഇരട്ടത്താപ്പ് നയം തിരുത്തി ജനങ്ങൾക്കൊപ്പം നിൽക്കണമെന്നും ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യ രക്ഷാധികാരി CU അബൂബക്കർ, ചെയർമാൻ KM ഫലലുല്ല, കൺവീനർ സുഭാഷ് പാറപ്പുറം, എക്സിക്യൂട്ടീവ് അംഗം മുസ്തഫ കുറ്റിയിൽ എന്നിവർ പങ്കെടുത്തു. എല്ലുകൾ അല്ലെങ്കിൽ കോഴി മാലിന്യങ്ങൾ അത് ഉരുക്കാൻ വേണ്ടിയായിട്ട് ഉപയോഗിക്കുന്ന കെമിക്കലുണ്ട്. ആ കെമിക്കലിന്റെ വെള്ളം മണ്ണിലേക്ക് വന്നാൽ കിണറുകൾ മലിനമാകും. കിണറ്റിലെ കുടിവെള്ളം മുഴുവൻ മലിനമാകുകയും രോഗാണുക്കൾ മണ്ണിലൂടെ സമൂഹത്തിലേക്ക് പടരുന്നൊരു സ്ഥിതി ഉണ്ടാകും. അന്തരീക്ഷവും വികൃതമാകും, മണ്ണും വികൃതമാകുന്ന സാഹചര്യം ഉണ്ടാകും. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇത് രാജ്യത്ത് ജനങ്ങൾക്ക് അപകടമാണ് എന്ന് മനസ്സിലായപ്പോഴാണ് ജനം സംഘടിച്ച് സമരരംഗത്തേക്ക് വന്നിട്ടുള്ളത്. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ സ്റ്റുഡൻസ് ഇന്റേൺഷിപ്പ് മീറ്റും സംരംഭകരുടെ സംഗമവും സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ CD ദിലീപ് സംഗമം ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ ED ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് സ്റ്റുഡന്റ് ഇന്റേൺഷിപ്പ് മീറ്റും ഇൻവെസ്റ്റേഴ്സ് മീറ്റും സംഘടിപ്പിച്ചത്. ആദ്യമായാണ് കോളേജിൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. കോളേജ് പ്രിൻസിപ്പൽ CD ദിലീപ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇവരെ ക്ലാസ്മേറ്റ് മുഹമ്മദ് ഷഹീറുണ്ട്. ഇപ്പോൾ എൽകോം സ്റ്റുഡൻ്റാണ്. ഞാൻ ഏറ്റവും ഷഹീർ ഞാൻ 2 കോടി രൂപ അവർക്ക് 3 വർഷം നൽകി. ബിസിനസ് നിങ്ങൾക്കറിയാം, എനിക്കറിയാം മനസ്സിലാക്കി 2 കോടി രൂപ അവൻ്റെ ഇൻവെസ്റ്റ്മെന്റ് മാത്രം. ആൾ ദുബായിലാണ്, ട്രിപ്പിലാണ്. ഇതാണ് പറയുന്നത്. കാരണം ഇൻവെസ്റ്റ്മെന്റ് വളരെ ബിസിനസ് ഹാർഡ് വർക്ക് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തന്നെ പറയുന്നത് എനിക്ക് 6 മാസം കൊണ്ട് ഞാൻ്റെ 10 lakhs ആണ് 6 lakhs പ്രോഫിറ്റ് കിട്ടുന്നത്. 6 lakhs പ്രോഫിറ്റ് 6 lakh കിട്ടി. 10 lakhs ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട്. കെമിസ്ട്രി വിഭാഗം HOD ഡോക്ടർ രശ്മി അബ്ദുഷിയായിരുന്നു. ED ക്ലബ് സ്റ്റാഫ് കോർഡിനേറ്റർ ഡോക്ടർ P ശ്രീജ, പ്രൊഫസർ VK മുരളീധരൻ, ഡോക്ടർ രശ്മി വിവേക്, MT മുഹമ്മദ് യാസീൻ, നന്ദകിഷോർ, ഹാജറ ഷഫ്ന, ഡോക്ടർ TP മനോജ്, പാർവതി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കോളേജിൽ പഠനത്തോടൊപ്പം പുതിയ സംരംഭങ്ങൾ ചെയ്യുന്ന വിദ്യാർത്ഥികളെ ചടങ്ങിൽ
ഉപഹാരം നൽകി ആദരിച്ചു. കോളേജിൽ പുതിയ പ്രോജക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുമായി വിവിധ കമ്പനികളുടെ പ്രതിനിധികൾ സംസാരിച്ചു. കെ മുഹമ്മദ്, പി ഹനീസ് എന്നിവർ സംവാദത്തിന് നേതൃത്വം നൽകി. നിയുക്ത ഗുരുവായൂർ മേൽശാന്തി അച്യുതൻ നമ്പൂതിരിയെ BJP മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ദീപ പുഴയ്ക്കൽ ആദരിച്ചു. BJP തവനൂർ മണ്ഡലം പ്രസിഡന്റ് PP സുജീഷ്, M നടരാജൻ, പത്മ MN, പ്രേമ മണികണ്ഠൻ, ഷിജില പ്രദീപ്, സുബിത രാഗേഷ്, മണികണ്ഠൻ തടത്തിൽ, വിവേകാനന്ദൻ കോലത്ത്, VP വിദ്യാധരൻ, E ശിവകുമാർ എന്നിവർ പങ്കെടുത്തു. സുജീഷും അതുപോലെ തന്നെ മറ്റ് ഇവിടുത്തെ പാർട്ടിയുടെ ഭാരവാഹികളെല്ലാവരും ഞങ്ങളിപ്പോൾ ഉള്ളത് നമ്മുടെ തവനൂർ മാറാത്തുമന ഇല്ലത്തെ അച്യുതൻ നമ്പൂതിരിയെ കണ്ട് അവരുടെ അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെന്ന നിലയിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളുടെ ജില്ലയിൽ നിന്നും ഒരാൾ തിരുമേനി ഗുരുവായൂർ മേൽശാന്തിയായി പോവുക എന്നുള്ളത് തികച്ചും ഈ നാടിൻ്റെ സുഹൃതമാണ്, ഇവിടുത്തെ ആളുകളുടെ ഒരു സൗഭാഗ്യമാണ് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തെ കണ്ട് അനുഗ്രഹം വാങ്ങുന്നതോടൊപ്പം തന്നെ ഈ നാടിൻ്റെ യശസ്സിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഉറപ്പും എല്ലാവിധ മാനസികമായിട്ടുള്ള പിന്തുണയും നൽകി വാങ്ങിക്കൊണ്ടാണ് ഞങ്ങളിവിടെ നിന്ന് പോകുന്നത്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എല്ലാവിധ ആശംസകളും ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ എന്ന നിലയിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരൻ രജീഷിന്റെ വീട്ടിലേക്ക് റോഡ് നിർമ്മിച്ച് തൃത്താല പഞ്ചായത്തിന്റെ മാതൃകാ പ്രവർത്തനം. മാതൃകാ റോഡിന്റെ ഉദ്ഘാടനവും വേറിട്ട രീതിയിൽ നടന്നു. ഭിന്നശേഷിക്കാരനും തൃത്താല ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥിയുമായ രജീഷിന്റെ വീട്ടിലേക്കാണ് തൃത്താല പഞ്ചായത്ത് വഴി നിർമ്മിച്ച് നൽകിയത്. നിരവധി വർഷങ്ങളായി സഞ്ചാരയോഗ്യമായ ഒരു വഴിയില്ലാതെ ദുരിതത്തിലായിരുന്നു രജീഷിന്റെ ഓരോ യാത്രകളും. വീട്ടുകാർ താങ്ങിയെടുത്തും ചുമലിലേറ്റിയും മറ്റുമാണ് 36-കാരനായ രജീഷിനെ വാഹനത്തിനടുത്തെത്തിച്ചിരുന്നത്. രജീഷിന്റെ ദുരവസ്ഥ മനസ്സിലാക്കിയ തൃത്താല പഞ്ചായത്ത് പ്ലാൻ ഫണ്ടിൽ നിന്നും 2.5 ലക്ഷം രൂപ ചെലവഴിച്ച് 50 മീറ്റർ ദൂരത്തിലാണ് കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ച് നൽകിയിട്ടുള്ളത്. റോഡ് യാഥാർത്ഥ്യമായതോടെ ബഡ്സ് സ്കൂളിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും ഇനി വലിയ ആയാസമില്ലാതെ യാത്ര ചെയ്യാനാകുമെന്ന ആശ്വാസത്തിലാണ് തച്ചംകുന്ന് തട്ടത്തുപടി രജീഷും കുടുംബവും. പുതിയ റോഡിന്റെ ഉദ്ഘാടനം തൃത്താല ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥികൾ ഒത്തുചേർന്ന് നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ ചടങ്ങിൽ അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ശ്രീനിവാസൻ, പഞ്ചായത്ത് അംഗങ്ങളായ TV സബിത, T അരവിന്ദാക്ഷൻ, പത്തിലലി, ഗോപിനാഥൻ മേലഴിയത്ത്, നാട്ടുകാർ, ബഡ്സ് സ്കൂൾ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. നിയുക്ത ഗുരുവായൂർ മേൽശാന്തി KM അച്യുതൻ നമ്പൂതിരിയെ ഭാരതീയ മസ്ദൂർ സംഘം മലപ്പുറം ജില്ലാ കമ്മിറ്റി ആദരിച്ചു. BMS സംസ്ഥാന സെക്രട്ടറി ദേവു ഉണ്ണി പൊന്നാട അണിയിച്ചു. അച്യുതൻ നമ്പൂതിരിയുടെ തറവാട് കൗപ്രമാറത്ത് മനയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ദിനേശൻ കല്ലമുക്ക്, സെക്രട്ടറി സതീഷ്, ജില്ലാ ഭാരവാഹികളായ നിശാന്ത്, ഷീബ, മണികണ്ഠൻ, മേഖലാ സെക്രട്ടറി രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ SC ഗുണഭോക്താക്കൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു. 5 ലക്ഷം രൂപ വകയിരുത്തിയാണ് പട്ടികജാതി കുടുംബങ്ങൾക്ക് കട്ടിലുകൾ നൽകിയത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 സാമ്പത്തിക വർഷത്തിൽ 5 ലക്ഷം രൂപ വകയിരുത്തിയാണ് SC വിഭാഗത്തിൽപ്പെട്ട വിദ്യർക്ക് കട്ടിലുകൾ വിതരണം ചെയ്തത്. അപേക്ഷിച്ച എല്ലാ ഗുണഭോക്താക്കൾക്കും വിതരണം ചെയ്തു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 സാമ്പത്തിക വർഷത്തിലെ SC വിഭാഗത്തിൽപ്പെട്ട വൃദ്ധർക്കുള്ള കട്ടിലാണ് ഇന്നിവിടെ കൊടുക്കുന്നത്. 5 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. അപേക്ഷ എത്തിയ എല്ലാ നമ്മുടെ ഗുണഭോക്താക്കൾക്കും കട്ടിൽ കൊടുക്കാനാണ് തീരുമാനിച്ചിരുന്നത്. ഈ കട്ടിൽ വൈസ് പ്രസിഡന്റ് TP രജീഷ് അധ്യക്ഷത വഹിച്ചു. പ്രിയ പ്രശാന്ത്, ജലജ ശശികുമാർ, പുഷ്പലത, K അശോകൻ, KB രമ്യ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.